ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവിക്കുന്നത് ഗോകുലിന്റെ ഭാര്യയായിട്ടാണെങ്കിലും അവളുടെ കഴുത്തിലിപ്പോഴും കിടക്കുന്നത് സച്ചി കെട്ടിയ താലിയാണല്ലോ. അപ്പോ ഗോകുല് കെട്ടിയ താലിയോ? അതെവിടെ? ശരീരത്തിന്റെ ചലനശേഷിയാണ് ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. അത് തിരിച്ചു കിട്ടാൻ കുറച്ച് താമസം വന്നേക്കും. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹെൽപ്പ് കൂടി വേണം. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയാലും തെറാപ്പി മുടക്കരുത്. അപ്പോ ഉടനെ ഡിസ്ചാർജ് ആവോ ഡോക്ടർ? 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്സ് വെച്ച് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷമയാണ് അതിന് ഏറ്റവും വലിയ മരുന്ന്. ഇയാൾക്ക് വേണ്ട ശാരീരികവും മാനസികവുമായ കെയർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ദി റെസ്റ്റ് ഈസ് അപ് ടു യു. സമൃദ്ധയുടെ കോള വിവരം അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഹലോ സമൃദ്ധ, ഗസ്റ്റോ ആണോ? എപ്പോഴാ വന്നേ? ശരി ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. എടി, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാ? അവന്തികയും ചിപ്പിമോളും. അയ്യോ, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഇനി നമുക്ക് നിന്റെ ശവോടക്കിന് കാണാം. രാജീവേ, ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ബി കൂൾ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, എല്ലാം ശരിയാവും. ഞാൻ ഇറങ്ങട്ടെ. ആദ്യമായിട്ടാ കാണുന്നെങ്കിലും നമ്മൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമുള്ള പോലെ. അതെ, സത്യം. ഒരുപാട് കാലത്തെ കണക്കുകളും തീർക്കാനുണ്ടല്ലോ. ദൈവത്തിന്റെ ഓരോ കളിയേ. എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനും എത്ര പെട്ടെന്നാ നമ്മൾ ഇത്രയും അടുത്തെന്ന് ആലോചിക്കായിരുന്നു. ജീവിക്കുന്നത് ഗോകുലിന്റെ ഭാര്യയായിട്ടാണെങ്കിലും അവളുടെ കഴുത്തിലിപ്പോഴും കിടക്കുന്നത് സച്ചി കെട്ടിയ താലിയാണല്ലോ. അപ്പോ ഗോകുല് കെട്ടിയ താലിയോ? അതെവിടെ? എന്ത് ഭംഗിയതിന്! താലിയും കൊള്ളാം, മാലയും കൊള്ളാം. എവിടുന്ന് വാങ്ങിയതാ? അത് പിന്നെ ടൗണിലൊരു ജ്വല്ലറി ഉണ്ട്. ഞാനും ഗോകുലും കൂടി അവിടെ പോയി വാങ്ങിച്ചതായി മാല.
എന്താ അങ്ങനെ ചോദിച്ചേ? ആ ഈ മാല അല്ല, ഇതുപോലെ തന്നെ ഒരു മാല പണ്ട് എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. ആ മാലയ്ക്കും താലിക്കും ഇതേ ഡിസൈൻ തന്നെയായിരുന്നു. ഓ, ഇതേ ഡിസൈൻ എന്ന് പറഞ്ഞ ഇത് തന്നെ. അത് പിന്നെ ഒരേപോലുള്ള ഡിസൈൻ ഒരുപാട് ജ്വല്ലറി കിട്ടുമല്ലോ. ഇവർക്കെന്താ ഒരു വെപ്രാളം? ഞാൻ അർച്ചനയോട് സംസാരിക്കുന്നതിന് ഇവരെന്തിനാ ഇടയ്ക്കേറി ഇടപെടുന്നേ? ഇത്രയും സ്നേഹമുള്ള ഏട്ടത്തിയമ്മയെ കിട്ടിയത് ആ കുട്ടിയുടെ ഭാഗ്യം. അനിയനും അനിയത്തിയൊക്കെ ഇപ്പൊ എവിടെയാ? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അവരുടെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. അതെന്തു പറ്റി? രണ്ടുപേരും ഇപ്പൊ രണ്ടിടത്താ. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. ഐ എം സോ സോറി. അനിയത്തി കുറച്ചുനാൾ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോ ഞാൻ കണ്ടുപിടിച്ചു. അവളുടെ കഴുത്തിൽ ഇപ്പോഴും ഞാൻ വാങ്ങിക്കൊടുത്ത ആ താലിമാലയുണ്ട്. ഒരിക്കൽ താലി ചാർത്തി ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയ പിന്നെ ആ ബന്ധം മരണം വരെയാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാനും. പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് അവരെ വീണ്ടും ഒന്നിപ്പിക്കണം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? പോട്ടെ, അതൊക്കെ വിശദമായിട്ട് ഒരിക്കൽ പറയാം. ഇന്നത്തെ സന്തോഷം വെറുതെ സങ്കടങ്ങൾ പറഞ്ഞ് കെടുത്തണ്ട. ആരാ ഇത്? ഇരിക്കിരിക്കെ. ആ, വന്നിട്ട് കുറച്ചേരം ആയല്ലേ? ആ, കുറച്ചേരായി. ഗോകുലും കൂടി വന്നിട്ട് ഇറങ്ങാന്ന് വെച്ചിരിക്കായിരുന്നു. ഓ, സമൃദ്ധിക്ക് ഇവിടെ നല്ലൊരു കമ്പനിയിലായിരിക്കായിരുന്നു. ആ പ്രശ്നം ഇപ്പൊ സോൾവായി. ഇനി സമൃദ്ധയുടെ അടുത്ത സുഹൃത്തായി ഞാനുണ്ടാവും. ഞാൻ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നല്ല. ഏറെ വേണ്ടപ്പെട്ട ഒരാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതുപോലെയാ എനിക്ക് തോന്നുന്നത്. ഇതേതായാലും വലിയ സർപ്രൈസ് ആയിപ്പോയി. സാധാരണ ഇയാള് ആരോടും അങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയില്ലേ, ചിലപ്പോ അങ്ങനെ വല്ലതും ഉണ്ടാവും. മുജ്ജന്മത്തിലല്ലടി, ഈ ജന്മത്തിൽ തന്നെയാ നമ്മുടെ ബന്ധം. തീർക്കേണ്ട കണക്കുകൾ ഈ ജന്മത്തിൽ തന്നെ ഞാൻ തീർത്തിരിക്കും.